ഹായ് എല്ലാവർക്കും നിഖിൽ നിമി വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഇന്ന് അടുക്കള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇവളൊന്ന് സഹായിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് ഏട്ടക്കൂരി, നമ്മളുടെ നാട്ടിൽ ഏട്ടക്കൂരി എന്നാ പറയണത്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല. ഏട്ടക്കൂരി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് കറി വെക്കണം. അപ്പൊ അതിന്റെ കുറച്ച് മുട്ടയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ നൈസായിട്ട് കറി വെക്കും. ഇത്തിരി വലിയ വലിയ മുട്ട ഇറക്കിയിട്ടുണ്ട്. കറിയൊക്കെ വെക്കും, നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ഐറ്റം. ഓക്കെ, ഉണ്ട ഉണ്ട പോലെ ഇരിക്കും. അപ്പോൾ ഇത് നമ്മളൊന്ന് ഏട്ടക്കൂരി കറി വയ്ക്കാൻ പോണ്. ഇപ്പോൾ നമ്മളുടെ സ്റ്റൈൽ ഓഫ് റെസിപ്പി മെത്തേഡൊക്കെ തന്നെ, സ്പെഷ്യൽ റെസിപ്പി ഒന്നുമില്ല. സാധാരണ എല്ലാവരും യൂസ് ചെയ്യണ, ഞാൻ ഇന്ന് ചുമന്നുള്ളി എടുത്തിട്ടുള്ളത് ഒരു എന്താ പറയുക, ഇത് ഇത്തിരി വലിയ ചുമന്നുള്ളി ആയിരുന്നേ. ഇതൊരു 3 മീനുള്ളൂ, ചെറിയ കൂരിയ കിട്ടിയത് നമുക്ക്. ഒരു 1/2 കിലോന്റെ അടുത്ത് മീൻ, നമ്മൾ 600 ഗ്രാമിന്റെ അടുത്തുണ്ട് മീന്. അപ്പോ ഇച്ചിരി ചുമന്നുള്ളൊന്നുമില്ല. ചുമന്നുള്ളി ഇത് ഞാൻ 5-10 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ ചുമന്നുള്ളി എടുത്ത്, നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ യൂസ് ചെയ്യാം. അതിന് ആവശ്യത്തിന്, മീനിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. കുറച്ച് ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞാൻ സഹായിച്ചത് വേറെ ആൾക്കാരാണ്. പിന്നെ ഒരു 3 പച്ചമുളക് എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ പാനിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മള് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. കടുക് ഇടാം. കടുക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൻ വേണ്ടിട്ടാ, കടുക് ഇടണം നിർബന്ധമൊന്നുമില്ല. ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ കടുക്. അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും ഇച്ചിരി ഉലുവ കൂടുതലാവരുത്, കുറച്ച് പാടുള്ളൂ. അധികമായി കഴിഞ്ഞാൽ അത് കറിക്ക് പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടാവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ ഒന്ന് പൊട്ടി ഉലുവയൊക്കെ ഒന്ന് ചൂടായി വരണം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് വെളുത്തുള്ളിയും ഇത്തിരി പച്ചമുളകും ഒന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമുളകിന്റെ കുരുവായിരിക്കും. ഇതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ചെറിയൊരു മുരിച്ചിൽ വരുന്ന വരെ, മുരിച്ചിലല്ല, നന്നായിട്ട് ചുവന്നുള്ളി ഒന്ന് വഴറ്റി സെറ്റായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ചുമന്നുള്ളി ആകുമ്പോൾ കറിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ചുമന്നുള്ളി യൂസ് ചെയ്യണത്. നമ്മൾ സവോളയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. സവോള ഇല്ലാണ്ടും ചുമന്നുള്ളി ഇല്ലാണ്ടും സവോള ഇല്ലാണ്ടും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ ചുമന്നുള്ളി ആകുമ്പോഴത്തേനും കറിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചുമന്നുള്ളിക്ക് ഭയങ്കര നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഒരു പച്ചക്കുത്ത് മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചക്കുത്തൊക്കെ മാറി നല്ല രീതിക്ക് സെറ്റായി വരുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ 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 ഇളക്കണം. മീൻ വറുത്തത് ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മീന് ഇത്തിരി മുള്ളുള്ള മീനാണ്. അപ്പോൾ നന്നായി മൊരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റൂല. തിന്നാനൊക്കെ പറ്റും, ഞാനൊക്കെ തിന്നും. ഇവർക്ക് അതൊന്നും ചിലപ്പോൾ സെറ്റായി വരില്ല. നല്ല ക്രിസ്പി ആയിട്ട് പോണോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഞാനിതിൽ യൂസ് ചെയ്യണം. നല്ല എരിവുള്ള മുളക് പൊടി ആയ കാരണമാണ് നമ്മൾ ഇത്തിരി കുറച്ച് യൂസ് ചെയ്യണത്. അതെ, നല്ല എരിവുള്ള മുളക് പൊടി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടിയാ. മല്ലിപ്പൊടി അത് ആവശ്യത്തിനനുസരിച്ച്, അല്ല മഞ്ഞപ്പൊടി അത് കുറച്ച് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞപ്പൊടി അധികം ഒന്നും യൂസ് ചെയ്യണല്ലോ കേട്ടോ. നമ്മളൊരു ഇത്ര എന്താ പറയാ, ഒരു കൊഴുപ്പ് വേണ്ട. ഈ ഓൾറെഡി ഈ ഒരു മീനല്ലേ, അപ്പം അത്യാവശ്യം കൊഴുപ്പുണ്ടാവും കറിക്ക്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളധികം എണ്ണയില്ലാത്ത ഹെൽത്തി മീൻ കറിയാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അധികം എണ്ണയില്ല. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഒന്ന് നന്നായി മുളക് ഒന്ന് റോസ്റ്റ് ആയിട്ട് നമ്മൾ മുളക് പൊടിയുടെ കുത്തൊക്കെ ഒന്ന് മാറി വരണം. അപ്പം അതിന് ഇളക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു കൊണ്ടിരിക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളിത് ഇതൊന്നും തക്കാളി ഒന്നും ഇടുന്നില്ല കേട്ടോ, നമ്മൾ കുടംപുളി മാത്രമാണ് ഇതിൽ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതിങ്ങനെ നല്ലതായിട്ട് എന്താ പറയുക, നല്ല മൂത്തൊന്ന് നോക്കുക. അപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കുടംപുളിയുടെ ഇച്ചിരി ചാറ് അതിൽ നിന്ന് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് തിളച്ച് വന്നിട്ട് കേട്ടോ. ഇപ്പം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച്. ഇപ്പം നമ്മുടെ മീൻകറിയുടെ ഫസ്റ്റ് ഗ്രേവി ഉണ്ടല്ലോ, അതിങ്ങനെ നല്ല തിളച്ച് വരുന്നുണ്ട്. നമ്മളൊന്നിങ്ങനെ നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നമ്മളിതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് തിളയ്ക്കാൻ വിടാം. അപ്പോൾ നന്നായി ഒന്ന് തിളച്ച് സെറ്റാവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് പയ്യെ മീനും കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏട്ടക്കൂരി എന്ന് പറഞ്ഞാൽ അടിപൊളി മീനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഇപ്പം നമ്മൾ മേടിച്ചാൽ ചെറുതാട്ടോ, നമുക്ക് ചെറുതായി കിട്ടിയുള്ളൂ. വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല നെയ്യുള്ള മീനാണ് ഏട്ടക്കൂരി. അപ്പോൾ നമുക്ക് കിട്ടിയ ചെറുതായതുകൊണ്ട്, പരിമിതികളുള്ളത് കൊണ്ട് നമുക്ക് ഈ രീതിക്ക് തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് മീനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീനും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരെ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം നമുക്ക്. നന്നായി മീനും തിളച്ചൊന്ന് ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, മീൻ നന്നായി തിളച്ചു തുടങ്ങി. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് സെറ്റാവട്ടെ. കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചിടാം മീനൊന്ന് വേവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇങ്ങനെ ചെറുതായിട്ടൊക്കെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി തിളച്ചൊന്ന് ചെറുതായി ഒന്ന് വറ്റണം. അപ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ പറയുക, എൻ്റെയൊക്കെ പണ്ടുണ്ടല്ലോ, എൻ്റെയൊക്കെ പണ്ട് ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മീനൊക്കെ ഇതിൻ്റെയൊക്കെ നമ്മളെ പണ്ട് മീൻകാർ സൈക്കിളിൽ കൊണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ തലയടക്കം അവർ കൊണ്ടുവരും. ഇപ്പോൾ വലിയ മീനൊക്കെ ആയിരിക്കും കൊണ്ടുവരും കേട്ടോ. ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ വലിയ മീനൊക്കെ കിട്ടണമെങ്കിൽ കടകളിൽ പോകണം. പണ്ട് സൈക്കിളുകാർ വലിയ മീൻ കൊണ്ടുവരും. അപ്പോൾ ഇവന്മാർ ഇതിൻ്റെ ചിലർ തല മാത്രം പിടിക്കും. ഏട്ടയുടെ തലയ്ക്ക് ഭയങ്കര നെയ്യാണ്. നമ്മൾ ഈ കുഞ്ഞ് ഏട്ടയുടെ മീൻസ് നല്ല വലിയ ഏട്ടയുടെ തല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര നെയ്യായിരിക്കും. നെയ്യ് എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം നെയ്യായിരിക്കും കഴിക്കുക, നല്ല ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ മുട്ട കണ്ടുണ്ടോ, അതിന് വലിയ വലിയ ഉണ്ടകളായിട്ട് ഇങ്ങനെ കിടക്കും. ഇതാണ് ഈ ഏട്ടമുട്ടയുടെ ഭയങ്കര പ്രത്യേകത. ഈ മുട്ടയ്ക്കൊക്കെ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര തല്ലായിരുന്നു കേട്ടോ, പിള്ളേർ തമ്മിൽ ഈ മുട്ട കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ മീനിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ തല പണ്ട് എൻ്റെ അമ്മാമ്മയാണ് പണ്ട് ഈ മീൻകറിയൊക്കെ വെക്കുക. സ്പെഷ്യലിസ്റ്റാണ് പുള്ളിക്കാരി. മീൻകറി അടിപൊളി ടേസ്റ്റാണ്. പുള്ളിക്കാരി നല്ല ഏട്ട തല മേടിക്കും. ഉടൽ താഴേക്കുള്ള പീസ് ഉണ്ടെങ്കിലും അത് മേടിക്കില്ല, തല മാത്രമായിട്ട് അവർ മേടിക്കും. തല മേടിച്ചിട്ട് ഈ സാധനം അവർ എന്താ പറയുക, നല്ല കുടംപുളിയൊക്കെ ഇട്ട് നല്ല നെയ്മുളകൊക്കെ ഇട്ട് വയ്ക്കും.
ഓൾറെഡി നെയ്യ് ഉണ്ടാവും, നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇവരിതിൽ നെയ്യ് മുളകൊക്കെ ആഡ് ചെയ്തിട്ട് കറി വയ്ക്കും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അത്രയും വലിയ ഏട്ട ഇപ്പോൾ കിട്ടാനില്ല, കിട്ടണ്ടായിരിക്കും, നമ്മളിവിടെ നിന്ന് കിട്ടാനില്ല കേട്ടോ. ഒക്കെ ഒരുവിധം പുറത്തേക്ക് പോക്കും പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ ചെറിയ ഏട്ട നമുക്ക് കിട്ടിയ കുഞ്ഞ് ഏട്ടകൾ. അപ്പോൾ നമ്മളതിങ്ങനെ കറിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പറയണേ, നിങ്ങളുടെ നാട്ടിലേക്ക് ഏട്ടേന് എന്താ പേര് പറയണേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലിടണേ. ഞങ്ങളുടെ അവിടേക്ക് ഏട്ടക്കൂരി എന്നൊക്കെ പറയാം. ഈ പലയിടത്തും പല പേരുകളുണ്ടല്ലോ. നിങ്ങളുടെ നാട്ടിലെ പേരൊന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഒരു ഇത് നമ്മൾ ഏട്ടക്കൂരി ഇങ്ങനെ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നൈസായിട്ട് ഇങ്ങനെ തിളച്ച് വറ്റി നല്ലൊരു പരുവത്തിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. കുറച്ചും കൂടി തിക്കാവണം, നമുക്കതുവരെ വെയിറ്റ് ചെയ്യുമെന്ന്. നല്ല തിക്കായി നല്ല കൊഴുകൊഴുത്ത് കറിയിലേക്ക് വരുന്നൊരു കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് പയ്യെ അടുപ്പൊന്ന് ഓഫ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അത്യാവശ്യം നന്നായി തിളച്ചു, മീനൊക്കെ നല്ല സെറ്റായി. അപ്പോൾ നമ്മളെ മീൻകറി സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇനി മീനെ കൊണ്ടൊന്ന് കഴിപ്പിച്ചിട്ട് റിയാക്ഷൻ ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നൈസായിട്ട് സ്റ്റവ് ഒന്ന് ഓഫാക്കാം. ഇനി നിമ്മിക്ക് കൊടുത്തു നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. മീൻകറി നമ്മൾ ഓഫാക്കി വെച്ചായിരുന്നേ. അപ്പം നമ്മൾ ലാസ്റ്റ് കറിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെറിയൊരു പരിപാടി, വേറൊന്നുമില്ല, ഇച്ചിരി ഒരു 2 ചുമന്നുള്ളി എടുത്തിട്ട് നരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടേ താളിച്ചിടാം മുകളിൽ. നമ്മളതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കറി കംപ്ലീറ്റ്ലി ഓക്കെ ആവും. നന്നായി മുരിഞ്ഞോട്ട് കേട്ടോ. ഇതൊരുവിധം സെറ്റായിട്ടുണ്ട്, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഇതങ്ങ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറി കണ്ട സെറ്റായിരിക്കുന്നതാണ് കറി. അപ്പോൾ അതിലേക്ക് ഈ സാധനം അങ്ങ് ചെറുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കണ്ട. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക, കുറച്ച് നേരം വെറുതെ ഒന്ന് അടച്ചു വയ്ക്കുക. അതിൻ്റെ ആ സ്മെല്ലൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നൊന്ന് റൊട്ടേഷനായി വരുമ്പോൾ കറിക്ക് ടേസ്റ്റ് കൂടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏട്ടക്കറി റെഡി ആയിരിക്കുകയാണ്. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിമ്മിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, കുറച്ച് ചോറ്, ഇച്ചിരി ഏട്ടക്കറി, ചാറ്, മുട്ട വേണം. മുട്ട തപ്പി നോക്ക്, എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെ പോയി മുട്ടയാണോ? മുട്ട തീർന്നോ? കൊടുക്കണം. ഐ ഗോട്ട് ദ മുട്ട ഗൈസ്. മുട്ടയും ടേസ്റ്റ് നോക്കാം. എനിക്കറിയാൻ പാടില്ല, നോക്കിട്ട് പറ. ഞാൻ നോക്കിയിട്ടില്ല. നീ കഴിച്ചു ഉപ്പൊക്കെ ഉണ്ടാവും. പാകത്തേക്ക് ഏട്ടയുടെ മുട്ട ഇങ്ങനെ എടുത്തു. ഏട്ടയുടെ മുട്ട ഇങ്ങനെ എടുത്തു. മണി പോലെ ഇരിക്കണത്. എൻ്റെ കൂടെ കുറച്ച് ഏട്ടയുടെ മീൻ കഷ്ണവും എടുത്തിട്ട് ചാറും കൂട്ടി മിക്സ് ചെയ്തിട്ട് കൊള്ളൂലെന്ന് പറയാനുണ്ടാ. ടേസ്റ്റ് റിയൽ ആയിട്ടുള്ള കാര്യം പറയണം. നല്ല ടേസ്റ്റ് ഉണ്ട്, എരിവൊക്കെ പാകമാണ്, കുറച്ച് ഉപ്പ് കുറവുണ്ട്, സെറ്റാണ്. നല്ല ടേസ്റ്റ്. പിന്നെ തിന്നാൻ അല്ല കുറച്ച് ഉപ്പുറല്ലേ? ഉപ്പുറവുണ്ട്, ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം സെറ്റ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.